ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സൂപ്പർ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത് നമ്മളുടെ അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൂരക പോഷകാഹാര പൊടിയില്ലേ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമ്മളുടെ ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കപ്പി കാച്ചുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ കപ്പി കാച്ചി കുറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് അളവിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കാച്ചി കുറുക്കി എടുക്കണം. നമ്മൾ ഇളക്കുന്നത് നിർത്തിയാൽ ഒരു പക്ഷേ റവ കട്ട പിടിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട്. ഒന്ന് തിളച്ച് അല്പം കൂടി കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളുടെ കപ്പ് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. അപ്പോൾ ഇനി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടിയാവും. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് അവസാനം ഇത് കിട്ടുക. ഇനി ഇതിലേക്കാണ് നമ്മളുടെ അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്. അംഗനവാടികളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കുട്ടികൾക്ക് അമൃതം പൊടിയായിട്ട്. ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പൊടിയാണ്. അപ്പം നമ്മൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ അമൃതം പൂരക പോഷകാഹാരം. പിന്നെ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയോളം ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്തായാലും മാവ് തയ്യാറാക്കാം. അപ്പോൾ നമ്മളുടെ അമൃതം പൊടി ഞാനിവിടെ ഒരു 2.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കപ്പി കാച്ചി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്നതിലേക്ക് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ചതും കൂടിയാണ്. നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, ഒരു മീഡിയം സൈസിൽ വലിപ്പത്തിൽ കിട്ടുന്ന ഒരു ഉണ്ട ശർക്കര മുഴുവനായിട്ടും ഞാനിവിടെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ റവയെല്ലാം നല്ല രീതിയിൽ ഒന്ന് കട്ടയായിട്ടിരിക്കുമല്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മാവുമായിട്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഈസ്റ്റും കൂടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നീട് നമ്മൾക്ക് മാവ് കുറച്ചും കൂടി ലൂസാക്കി എടുക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഞാൻ അല്പം കൂടി വെള്ളം, ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഞാൻ നേരത്തെ നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരുന്ന ആ ഒരു പാത്രം കഴുകിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി ലൂസാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ഈ മാവ് പുളിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൂസാകും. അപ്പോൾ ഈ ഒരു പരുവം മതിയാകും. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ മാവ് എടുത്തപ്പോഴാണ് നല്ല രീതിയിൽ പുളിച്ച് നന്നായിട്ട് മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വട്ടയപ്പം തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ എല്ലാ വശങ്ങളിലേക്കും ആയിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നീട് ഞാൻ കുറച്ച് ഏത്തപ്പഴം, ഒരു 2 ഏത്തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുമ്പം കാണാൻ നല്ല ഭംഗിയുമായിരിക്കും, അതുപോലെ തന്നെ കഴിക്കാനും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ല ടേസ്റ്റിയും ആയിരിക്കും. അപ്പം നെയ്യെല്ലാം നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മളുടെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒരുപാട് കട്ടിക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണ്ട, വളരെ തിന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പുളിച്ച് പൊങ്ങി വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾക്ക് നല്ല അടിപൊളി വട്ടയപ്പം കിട്ടും. അപ്പോൾ അത് ഏത്തപ്പഴവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി എല്ലാം നിരത്തി വെച്ചിട്ട് നമ്മൾക്കിനി നല്ല രീതിയിലൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്താൽ മതിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടുത്തെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആവിയെല്ലാം പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മളുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടാൽ തന്നെ പെട്ടെന്നൊന്ന് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും. അത്രയും ഭംഗിയാണ് ഇത് കാണാനും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.